5 മിനിറ്റ് എടുക്കാം. 10 വരെയാണ് ടൈം. നോക്കാം.
യെസ്, ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അല്ലേ, അറ്റംപ്റ്റ് ചെയ്തല്ലേ? നമുക്ക് തുടങ്ങാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലേക്ക് വരാം. ഓക്കെ, സോ ഇവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ വാല്യൂസ് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം SFD, റൈറ്റ്? നോ, ഷിയർ ഫോഴ്സ് അറ്റ് B, നമുക്കൊരു എൻഡ് പോയിന്റ് എന്ന് വരാം. നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ എടുക്കാം. സോ ഫോർ ദ സെക്ഷൻ DB, okay. Now shear force at B is equal to, for the section DB, shear force at B is equal to എന്താണ്? എത്ര വരെ വാല്യൂ? ഒരു റിയാക്ഷൻ RB മാത്രമേ ഈ ഒരു പോയിന്റ് ഉള്ളൂ. So for the value is എത്രയാണ് പറഞ്ഞോ? 39.45 kilonewton. Right upward ആണ്, നെഗറ്റീവ് ആണ് അല്ലെ, kilonewton. Now shear force at D എത്ര വരും? ഷിയർ ഫോഴ്സ് അറ്റ് D, ഇതിന്റെ കൂടെ ഈ ഒരു ലോഡ് കൂടെ ആഡ് ചെയ്യണം അല്ലെ, ടോപ്പ് പോർഷനിൽ നിന്ന് ബോട്ടത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഈ ഒരു ലോഡ്, ആ -39.45 പ്ലസ് 50, എത്ര കിട്ടും? എത്രടാ? 10 പോയിന്റ് സംതിങ് അല്ലേ വരും? -39.45 അല്ലേ? Yes, 10.55. Okay, positive 10.55 kilonewton എന്ന് കിട്ടും. Right. Now, shear force at C. Now, അടുത്ത section, for the section CD എടുക്കുക. For the section CD, shear force at C. Shear force at C. Shear force at C. എന്തെങ്കിലും സോറി അല്ല, CD എടുക്കുമ്പോൾ shear force at D തന്നെ വീണ്ടും എടുക്കണം. D is plus 10.55 kilonewton. Again, shear force at C. അതുപോലെ വേറെ ലോഡൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കും 10.55 kilonewton. Right. Now for the section AC എടുക്കുക. AC എടുക്കുന്ന സമയത്ത് again shear force at C എടുക്കുന്ന സമയത്ത് എന്ത് വരും? പ്ലസ് 12.5. Yes, 10.55 plus 2 or 12.55 kilonewton. Right. Now shear force at A. Shear force at A അതിന്റെ കൂടെ എന്ത് വരും? പ്ലസ് ഒരു 9 kilonewton കൂടെ വരും അല്ലെ. So that means 21.55 kilonewton വരും എന്ന് വെച്ചാൽ which is nothing but the reaction RA. So that means ഇത് കറക്റ്റ് ആണ് അല്ലെ. ഒരു ഓർഡറിൽ വന്നു, ഷിയർ ഫോഴ്സ് at A എത്തുമ്പോൾ റിയാക്ഷൻ RA തന്നെ കിട്ടി. So final value is correct. Right. നമുക്ക് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സെപ്പറേറ്റ് ഇവിടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. സോ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. A, B, C and D. Okay. So values നോക്കാം. Shear force at B is -39.45. So value is 39.45. Okay. Now other shear force at B is for 10.55. അല്ലെ, shear force at B 10.55. shear force at C അത്ര 10.55 അതുവരെ വരും. സിയിൽ പക്ഷെ 12.55 ആവും അല്ലെ. സോ 10.55 കോൺസ്റ്റന്റ് ആണ് അപ് ടു C. ഇവിടുന്ന് 12.55 ആവും. അവിടുന്ന് A എന്നുള്ള പോയിന്റ് എത്തുമ്പോഴേക്ക് വാല്യൂ is 21.55. Okay, 21.55. ഇനി ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. റൈറ്റ്, ഇറ്റ്സ് എൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇതുവരെ ലോഡൊന്നുമില്ല, കോൺസ്റ്റന്റ് ലോഡാണ്, കോൺസ്റ്റന്റ് സ്ട്രെയിറ്റ് ലൈൻ വരും. ഇവിടെ ഒരു UDL ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം SFD. Okay.
സിമിലർലി ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കാണണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നമുക്കൊരു അഡീഷണൽ പോയിന്റ് വന്നു അല്ലെ? ഇവിടെ ഒരു വേരിയേഷൻ വന്നുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യണം. കാരണം ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ് വരികയാണ്. ഈ പോയിന്റിലായിരിക്കും നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. സോ ലെറ്റ് ദ പോയിന്റ് ബി എ ബി സി ഡി ഇ. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ ഒരു സീറോ ഷിയർ ഫോഴ്സ് വരുന്ന പോയിന്റ് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെ? സോ ഫോർ ദാറ്റ് നമുക്ക് കണ്ടെത്താം. സോ ഫോർ ദാറ്റ് ലെറ്റ് us assume നമുക്കറിയാം ഷിയർ ഫോഴ്സ് സീറോ ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിയും ബിയുടെയും സെന്ററിലാണ് ആ പോയിന്റ് വരിക അല്ലെ? സോറി, ഓക്കെ. ഷിയർ ഫോഴ്സ് സീറോ ആവുന്ന പോയിന്റ് ബിന്റെയും ഡിന്റെ ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഫ്രം ദ ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഡയഗ്രാം നോക്കിയപ്പോൾ ഡിന്റെയും ബിന്റെയും ഇൻ ബിറ്റ്വീനിലാണ് ഒരു പോയിന്റ് വരുന്നത്. ആ പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് സീറോ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് എത്രയാണെന്ന് കണ്ടെത്താം. ലെറ്റ് ദിസ് പോയിന്റ് ബി ഇ. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് എൻ ബി എക്സ്. കാരണം ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് എടുക്കുന്നതാണ് എളുപ്പം, കാരണം ഏറ്റവും അടുത്ത ഡിസ്റ്റൻസ് ഇതാണ് അല്ലെ? നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു ടു ഡിറ്റർമിൻ ദ സീറോ പോയിന്റ് അല്ലെ? ടു ഡിറ്റർമിൻ shear force is equal to 0 point. എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. So that means let us assume ഒരു section xx. Okay, let us assume a section xx at a distance x. Okay, so take a section xx at a distance x from end b. Okay, such that എന്താണ് shear at xx is equal to 0. Okay, നമ്മൾ പറയാണ് at some distance x shear force 0 ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം. സോ റിയാക്ഷൻ ആർ ബി മൈനസ് 10 into x is equal to 0 എന്ന് പറയാം. പറഞ്ഞൂടെ? ഇത് എഴുതിയുടെ ലോജിക്ക് മനസ്സിലായോ? സോറി, മൈനസ് ആർ ബി പ്ലസ് 10x is equal to 0 എന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റുമോ ഇല്ലയോ? മൈനസ് ആർ ബി എന്തുകൊണ്ടാണെന്നാ? അത് റൈറ്റ് അപ്വേർഡ് അല്ലേ? റിയാക്ഷൻ ഫോഴ്സ് റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആണ്. നമുക്ക് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്വേർഡ് ആക്ട് ചെയ്യുന്നത് ഈ സൈഡിൽ റൈറ്റ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് എടുക്കാം. ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പോസിറ്റീവ് എടുക്കാം. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതായത് തിരിച്ചെടുത്തോളം പ്രശ്നമൊന്നുമില്ല, വാല്യൂ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഇവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ സം എടുത്തു. നമുക്കറിയാം ഈ പോയിന്റ് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് 0 ആണ് എന്ന് വെച്ചാൽ മൈനസ് ആർ ബി പ്ലസ് ഇതല്ലേ ഡൗൺവേർഡ് അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആർ ബി ആണ്. ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ഈ യു ഡി എല്ലിന്റെ ടോട്ടൽ ലോഡ് ആണ് അല്ലെ? യു ഡി എല്ലിന്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇൻറ്റു എക്സ് ഡിസ്റ്റൻസ് അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ ലോഡ് അറ്റ് ദ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഓർ ഇങ്ങനെ വെച്ചാൽ യുവർ 10x is equal to ആർ ബി നമുക്കറിയാം 39.45 ആണ്. ഓർ എക്സ് is equal to 3.94 meter. Okay, so at a distance of 3.94 meter, your shear force is equal to 0. X is equal to 3.94 meter. Right. So എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ബി ഇന്ന് 3.94 meters ആണ്. ഫൈൻ, ക്ലിയർ ആണോ? ലോജിക് ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. ഒന്നുകൂടെ പറയണോ? ഓക്കെ, പറയാം. ഓക്കെ, റൈറ്റ്. സോറി. ഓക്കെ, സോ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. നമുക്കൊന്നുകൂടെ ചെയ്യാം. ഓക്കെ, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതിന് മായ്ക്കാൻ കഴിയില്ല. ഓക്കെ, സി നമുക്ക് മനസ്സിലായത് ഒരു കാര്യം, ഇവിടുത്തെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ പ്ലോട്ട് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ബി നിന്ന് ഡിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത് അല്ലെ? ബി നിന്ന് ഡിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന സമയത്ത് ബിയുടെയും ഡിന്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട് ഇ. ആ പോയിന്റിൽ ഷിയർ ഫോഴ്സ് വാല്യൂ 0 ആണ് അല്ലെ? ഷിയർ ഫോഴ്സ് വാല്യൂ ആ ഒരു പോയിന്റിൽ 0 ആണ്. ഈ പോയിന്റ് ബി എന്നോ അല്ലെങ്കിൽ എ എന്നോ ഉള്ള അതിന്റെ ഒരു ഡിസ്റ്റൻസ് എനിക്ക് അറിയണം, അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എനിക്ക് അറിയണം. കാരണം എന്താ? ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്
ഓക്കെ, അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്താ, ഇപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഷിയർ ഫോഴ്സ് ഉണ്ട് എത്ര, 39.45 ആണ്, -39.45 ആണ്. അതേപോലെ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറയുന്നത് 10.55 ആണ് അല്ലെ. പക്ഷെ ഇതിന്റെ നടുക്ക് ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ് അല്ലെ. സോ അറ്റ് ഇ എനിക്ക് ഇങ്ങനെ പറയാം, അറ്റ് പോയിന്റ് ഇ ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് ഇ എന്ന് പറയുന്നത് സി ഇതാണ് ഡിസ്റ്റൻസ്. എനിക്ക് ഈ ഡിസ്റ്റൻസ് അറിയില്ല, അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഡിസ്റ്റൻസിനെ എക്സ് ആയിട്ട് എടുക്കണം. ഓക്കെ, അറിയാത്ത ഡിസ്റ്റൻസ് ആണ്, നമുക്ക് അതിനെ എക്സ് ആയിട്ട് എടുക്കാം. ഡിസ്റ്റൻസ് ഇസ് എക്സ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ എന്തൊക്കെ ലോഡ് കൊണ്ടാണ് ഷിയർ ഫോഴ്സ് വരുന്നത് നോക്കാം. ഓക്കെ, ഒന്ന് ഇവിടെ ഇതിന് പ്രീവിയസ് ആയിട്ട് നമുക്ക് ഇത്രയും സ്ഥലം ഒഴിവാക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, ഇത്രയും ഒരു പോർഷൻ. ഓക്കെ, ഇവിടെ രണ്ട് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് അപ്വേർഡ് ഫോഴ്സ് റിയാക്ഷൻ ആർ ബി ആണ്. അതുപോലെ തന്നെ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എത്രയാണ്, 10 kN/m ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലെ. ആർ ബി മുകളിലേക്കാണ്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ലോഡാണ് എന്ത്, ഈ യു ഡി എൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഈ രണ്ട് ലോഡും ക്യാൻസൽ ആവും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അല്ലെ. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഇസ് ഈക്വൽ ടു 0 അല്ലെ. അറ്റ് പോയിന്റ് ഇ ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാ എന്താണ്, മൈനസ് ആർ ബി. ഓക്കെ, മൈനസ് ആർ ബി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തിന്റെയൊക്കെയാ, ഒന്ന് മൈനസ് ആർ ബി പ്ലസ് 10 into എക്സ് അല്ലെ. 10 ആണ് യു ഡി എല്ലിന്റെ ലോഡ്. എത്ര, ഈ ഒരു എക്സ് ഡിസ്റ്റൻസും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ആണ് അല്ലെ. kN/m ആണ് ഇൻറ്റു എക്സ്. ഓക്കെ, ഇൻറ്റു 10x മസ്റ്റ് ബി ഈക്വൽ ടു 0, കാരണം അത് ഇ എന്നുള്ള പോയിന്റ് ആണ്. റൈറ്റ്, എക്സ് എനിക്ക് അറിയില്ല. അപ്പൊ എക്സ് കിട്ടണമെങ്കിൽ എന്ത് മതി, 10x ഇസ് ഈക്വൽ ടു ആർ ബി ഓർ എക്സ് ഇസ് ഈക്വൽ ടു ആർ ബി ബൈ 10. ആർ ബി വാല്യൂ നമുക്കറിയാം 34 പോയിന്റ് സംതിങ് ആണ്, ഡിവൈഡഡ് ബൈ 10. സോൾവ് ചെയ്താൽ x is equal to 3 point something meter അല്ലെ. 39.45 ആണ്, 39.45. സോ 3.94 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഏത് സെക്ഷൻ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ട, ഏത് സെക്ഷനിലാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത് നോക്കുക. അതുവരെയുള്ള ഡിസ്റ്റൻസ് 0. ഇപ്പം ഈ ഒരു പോയിന്റ്, ഇപ്പൊ ഈ ഒരു പോയിന്റിലാണെങ്കിൽ സിയും ഡിന്റെ ഇടയിലാണെങ്കിൽ ഇത്രയും ലോഡ് ആക്ട് ചെയ്യുന്ന ആർ ബി ഉണ്ടാവും, സെയിം തന്നെ ആർ ബി ഉണ്ടാവും, ഈ യു ഡി എല്ലിന്റെ എഫക്റ്റും ആ ഒരു പോയിന്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലോഡിന്റെയും സം ടോട്ടൽ എഫക്ട് എന്ന് പറയുന്നത് ആ പോയിന്റ് 0 ആണെന്ന് അതിന്റെ അർത്ഥം. അത് ഇക്വേറ്റ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, സോ അഡീഷണൽ പ്രോബ്ലംസ് ചെയ്യണേ, എന്നാലേ ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയൂ. ഓക്കെ സാറേ, അതേപോലെ നമുക്ക് അപ്പുറത്തും ചെയ്യാൻ പറ്റും. അപ്പുറത്തും ചെയ്യാം, രണ്ടാമത്തെ സൈഡിൽ നിന്നും ചെയ്യാം, ഇപ്പുറത്തും ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആർ ബി എന്നുള്ള സൈഡിൽ നിന്ന് എടുത്തത്, അല്ല ബി എന്നുള്ള പോയിന്റ് എടുത്തത്. ഒന്ന്, ഇവിടെ ആകെ രണ്ട് ലോഡേ വരുന്നുള്ളൂ അല്ലെ. ഒന്ന് ആർ ബി എന്നുള്ള ലോഡും പിന്നെ ഒന്ന് യു ഡി എല്ലിന്റെ ലോഡും, ഒറ്റ യു ഡി എല്ലിന്റെ ലോഡും മാത്രമേ വരും. നേരെ തിരിച്ച് ഏന്നാ നമ്മൾ എടുക്കുന്നെങ്കിൽ ഇവിടെ ആർ എന്നുള്ള റിയാക്ഷൻ വരും, ഇതിന്റെ യു ഡി എല്ലിന്റെ ലോഡ് വരും, 2 kN ലോഡ് വരും, ഈ യു ഡി എല്ലിന്റെ ലോഡും പകുതി ഈ ഒരു സ്ഥലത്ത് അതിന്റെ എഫക്ട് വരും. അപ്പൊ ഇത്രയും കേസസ് നമ്മൾ എടുക്കണം ആർ എന്ന് എടുക്കാൻ. അപ്പൊ അത്രയും കോംപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാം. നേരെ മറിച്ച് ഇത് ഇപ്പുറത്തായിരുന്നെങ്കിൽ, ഈ സെക്ഷൻ ഇപ്പുറത്തായിരുന്നെങ്കിൽ, ഇവിടെയാണ് 0 വരുന്നെങ്കിൽ ഏറ്റവും എളുപ്പം ഇവിടുന്ന് എടുക്കുന്നതായിരുന്നു. ഓക്കെ, അതാണ് അതിന്റെ ലോജിക്. റൈറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാ കാൽക്കുലേഷനും ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അറബിക് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് സെറ്റ് ആവുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചെയ്യാനായിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ എടുത്തത്. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, രണ്ട് സൈഡ്, ഇപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് വന്നാലും ലെഫ്റ്റ് ടു റൈറ്റ് വന്നാലും ഈ പോയിന്റ് എത്തുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, പക്ഷെ കറക്റ്റ് ആയിട്ട് എല്ലാ ലോഡും നമ്മൾ ആഡ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് ഇവിടെ ഈ ഒരു സൈഡ് നമ്മൾ ലോഡ് ആഡ് ചെയ്ത് വരുമ്പോൾ ഈ പോയിന്റ് എത്തുമ്പോൾ 0 ആയി. അപ്പൊ ഏതൊക്കെ ലോഡ് ആഡ് ചെയ്തിട്ടാണ് 0 വന്നതെന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് കിട്ടും. ക്ലിയർ അല്ല? മുന്നോട്ട് പോട്ടെ, ബെൻഡിങ് മൊമെന്റിലേക്ക് പോട്ടെ. സോ ബെൻഡിങ് മൊമെന്റ് ആയത് ഞാൻ തന്നെ ചെയ്യാം, നമുക്ക് ഇത്ര സമയമുള്ളൂ. മക്കളെ പ്രോബ്ലംസ് അത്യാവശ്യം എടുത്ത് ചെയ്യണേ, ഇല്ലെങ്കിൽ ഇതെല്ലാം കൺഫ്യൂഷൻ അടിക്കുന്ന കാര്യങ്ങളാണ്. സാധാരണ ഞാൻ പറഞ്ഞില്ല, നമുക്കിത് ഈ ഒറ്റ സാധനം ഞാൻ 13-14 അവറെല്ലാം വെച്ചിട്ടാണ് ഞാനിത് തീർത്തു കൊടുക്കല് കുട്ടികൾ. ഏതാണ്ട് അത്രയില്ലെങ്കിലും ഏതാണ്ട് കുറച്ചൊക്കെ അതിന്റെ അടുത്തുള്ള അത്രത്തോളം നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേറെ അതൊരു സിംഗിൾ മൊഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് അത്രയും ടൈം അതിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ നിരത്തി പ്രോബ്ലം ചെയ്യാറുണ്ട്. നമ്മൾ സീനിയേഴ്സിന്റെ ആരെങ്കിലും ബാച്ചിലെ ആരെങ്കിലും നോട്ട് കിട്ടുമെങ്കിൽ തന്നെ നല്ല സൗകര്യമായിരിക്കും. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്.
Right. Okay. Fine. Now, ഓൺലൈൻ ആകുമ്പോൾ ഇതൊക്കെ ഒരു കൺസ്ട്രെയിന്റ് ആണ്. ഓൺലൈൻ ആകുമ്പോൾ കൺസ്ട്രെയിന്റ് എന്നല്ല, സിലബസ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ള കൺസ്ട്രെയിന്റ്. ഓക്കെ ഫൈൻ. ഓക്കെ നമുക്ക് അപ്പൊ ഒരു പോയിന്റിലും കൂടെ ബെൻഡിങ് മൊമെന്റ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. റൈറ്റ്. നമുക്ക് എന്നാ ഇവിടെ ചെയ്യാം, സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ റൈറ്റ്. സോ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. BMD. Right. Now, okay. Now, bending moment, നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് എടുത്തിട്ട് പോയാൽ മതി അല്ലേ. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. ഓക്കെ, എന്തായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി? സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ എൻ പോയിന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കണ്ണടച്ച് പറയാൻ പറ്റും 0. റൈറ്റ്. നോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി, സോറി ഡി അല്ല, ഇ എന്നുള്ള പോയിന്റ് കാണണം അല്ലെ. ഈ ഒരു പോയിന്റ് ഉണ്ട്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഇസ് ഈക്വൽ ടു എന്ത് വരും? സോ ഇതിന്റെ എല്ലാത്തിന്റെ ബേസിക് ലോജിക്ക് അതുവരെയുള്ള മൊമെന്റ് ആഡ് ചെയ്യുക, ഓരോ പോയിന്റ് വരെയുള്ള ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തിട്ട് പോകാന്നുള്ളത് മാത്രമാണ് ലോജിക്കലി. വേറെ ഭീകരമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ വരുന്നില്ല. റൈറ്റ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എടുക്കുന്ന സമയത്ത് സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? അറ്റ് ഇ ഇതാണ് പോയിന്റ്, രണ്ട് ഫോഴ്സാണ് വരുന്നത്, ആർ ബി എന്നുള്ള ഫോഴ്സും യു ഡി എല്ലിന്റെ ഫോഴ്സും അല്ലെ. നമുക്ക് നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ ബി ആണ് ഒരു ലോഡ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, നമുക്കത് കിട്ടിയത് 3.94 മൈനസ് കാരണം നമുക്ക് ഇവിടെ എടുക്കാം, ഇത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് നമുക്ക് പോസിറ്റീവ് എടുത്തിട്ട് പോവാം, ക്ലോക്ക് വൈസ് നമുക്ക് നെഗറ്റീവ് എടുക്കാം. ഓക്കെ. സോ മൈനസ് എന്ത് വരും? ഇതിന്റെ ലോഡ് അല്ലെ, 10 into 3.94, അതാണ് നമുക്ക് അടുത്ത ടോട്ടൽ ലോഡ് വരിക ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെ, 3.94 divided by 2 and a half. Right. So that is equal to RB value നമുക്കറിയാം. RB reaction value നമുക്ക് 30, reaction value is 39.45 അല്ലെ. So that is equal to 39.45 into 3.94 minus 39.4 into 3.94 divided by 2. Okay. സോൾവ് ചെയ്ത് കഴിഞ്ഞാല് ബെൻഡിങ് മൊമെന്റ് ഇ കിട്ടും അല്ലെ. ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന, പെട്ടെന്ന് ചെയ്ത് നോക്കി. 39.45 into 3.94 minus 3.94 by 2. So 71.79 kilonewton meter എന്ന് കിട്ടും അല്ലെ. And that too എല്ലാം പോസിറ്റീവ് ആയിരിക്കും. 71.79 kilonewton meter bending moment at E. Now bending moment at D കാണാം. Right. Bending moment at D. Again bending moment at D കാണണമെങ്കിൽ എന്തൊക്കെയാ വരിക? റിയാക്ഷൻ RB into perpendicular distance is 5 minus total load അല്ലെ, 10 into 5 which is 50 total load into perpendicular distance is 2.5. Right. So RB value നമുക്കറിയാം 39.45 into 5 minus 50 into 2.5. Okay. So കിട്ടാൻ നോക്കാം 39. ചോദിച്ചോ സർ. മൈനസ് എന്തിനായിരുന്നു? ഏതാ ഇതൊന്നും മൈനസ് എടുക്കുന്ന? കാരണം ഈ മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റ് ആർ ബി കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ട ടെൻഡൻസിയാണ് അല്ലെ, അപ്വേർഡ് ആണ്. റൈറ്റ്.
ഇനി നേരെ മറിച്ച് ഈ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ കൊണ്ടെല്ലാം ഉണ്ടാവുന്ന മൊമെന്റ് എന്താണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ട ടെൻഡൻസിയാണ്, ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിക്കേണ്ട ടെൻഡൻസിയാണ് അതിനുള്ളത് അല്ലെ. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഓക്കെ, അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻസ് സൈൻ വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മളെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കൊടുത്താൽ മതി. ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അതിനെ പോസിറ്റീവ് എടുക്കുക, ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അതിനെ നെഗറ്റീവ് എടുക്കുക. എന്ന് വെച്ചാൽ ഈ റിയാക്ഷനെ കൊണ്ടുള്ള മൊമെന്റ് എല്ലാം പോസിറ്റീവ് എടുക്കുക, മറ്റ് അപ്ലൈഡ് ഫോഴ്സസ് ഈ ഒരു ലോഡ് യു ഡി എല്ലിനെ കൊണ്ടെല്ലാം ഉണ്ടാകുന്ന മൊമെന്റിനെ നെഗറ്റീവ് എടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഫൈൻ, ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ സോൾവ് ചെയ്താല് 39.45 into 5 അല്ലെ, 197. നല്ല കാൽക്കുലേറ്റർ ഇല്ല, അതുകൊണ്ട് നിങ്ങളും കൂടെ ഒന്ന് കൂട്ടത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ. 125 അല്ലെ, സോൾവ് ചെയ്താല് -125. 72.1 kilonewton meter എന്ന് കിട്ടും. Now similarly your bending moment at C കാണാം. ബെൻഡിങ് മൊമെന്റ് at C എടുക്കുന്ന സമയത്ത് എന്ത് വരും? റിയാക്ഷൻ ആർ ബി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് അപ് ടു സി. നമ്മൾ പഴയ മെത്തേഡിനെ ചെയ്യാം, ഇതുവരെയുള്ള പോർഷൻ അങ്ങ് മറച്ചു വെക്കുക, എന്തെങ്കിലും ഒരു കൈ കൊണ്ടോ അങ്ങനെ മറച്ചു വെക്കുക, എന്നിട്ട് അതിന്റെ റൈറ്റ് സൈഡിലെ ഫോഴ്സ് മാത്രം കാണാം. നമ്മളെ കാന്റിലിവർ ബീം ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആകെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ, ഈ റിയാക്റ്റീവ് ഫോഴ്സ് ഒന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ വരുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് നോക്കിയാൽ ബാക്കിയെല്ലാം കാന്റിലിവറിന്റെ കേസിൽ അതേപോലെ തന്നെയാണ് വരിക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു RB into up to C distance is 7 minus മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ അല്ലെ, എത്ര? into 10 into 5 which is 50 is the total load into perpendicular distance 2 plus 2.5 which is 4.5. Solving you will get the answer. Okay, അത് ചെയ്യാൻ പറ്റില്ലേ? അത് ചെയ്യാം, ചെക്ക് ചെയ്യാം. Similarly bending moment at A, അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല, സോൾവ് ചെയ്ത് കഴിഞ്ഞാലും you will get the value as 0. Right, ക്ലിയർ ആണോ? Yes sir. നമുക്കിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഡയഗ്രം പ്ലോട്ട് ചെയ്യണമെങ്കിൽ okay, bending moment at B is 0, bending moment at A is 0, രണ്ട് എൻഡ് പോയിന്റ് 0 ആണ്. bending moment at E എന്നുള്ള പോലെ ബെൻഡിങ് മൊമെന്റ് ഇതാണ് മാക്സിമം വരിക, വാല്യൂ 71.79. ബെൻഡിങ് മൊമെന്റ് at D 72.1 ആൻഡ് ബെൻഡിങ് മൊമെന്റ് at C അത് ഒരു കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. ആ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, സംഭവം അറൗണ്ട് ഹിയർ. ബെൻഡിങ് മൊമെന്റ് at A will also be equal to 0. Now ഇനി ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ളതാണ് അടുത്ത പ്രശ്നം അല്ലെ. ഈ കംപ്ലീറ്റ് വാല്യൂസ് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? റൈറ്റ്, ഇപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, നോ E to B അല്ലെ, E to B. നോ ഇവിടെ നോക്കിയാൽ യുവർ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് ഈ പോയിന്റിൽ മാക്സിമം ആണ്. അറ്റ് B യുവർ ഷിയർ ഫോഴ്സ് വാല്യൂ ഇസ് മാക്സിമം അല്ലെ. എന്ന് വെച്ചാൽ ദ സ്ലോപ്പ് അറ്റ് B ഷുഡ് ബി മാക്സിമം അല്ലെ. സ്ലോപ്പ് അറ്റ് B ഷുഡ് ബി മാക്സിമം റൈറ്റ്. അതേപോലെ സ്ലോപ്പ് അറ്റ് E ഷുഡ് ബി മിനിമം. ആ പറഞ്ഞോ. E അല്ലേ മാക്സിമം വാല്യൂ വരിക? അല്ല, ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നീ നെഗറ്റീവ് കണ്ടുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അല്ല, ഇയിലല്ലേ ഏറ്റവും കൂടുതൽ മൊമെന്റ് ഉണ്ടാവുക? മൊമെന്റ് അല്ല, നമ്മൾ നോക്കേണ്ടത് നമ്മള് ഇവിടുത്തെ സ്ലോപ്പ് വരയ്ക്കുന്ന കേസിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ദ കർവ് ആണ്. ഓക്കെ, പറയാം. നമ്മള് ബെൻഡിങ് മൊമെന്റ് വാല്യൂ മാക്സിമം ഇവിടെ തന്നെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ സ്ലോപ്പ് വരയ്ക്കുന്ന സമയത്ത് നോക്കേണ്ടത് എന്താ? തൊട്ട് പ്രീവിയസ്ലി വന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ എന്നുള്ള പോയിന്റിൽ നമ്മളെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് E എന്നുള്ളത് 0 ആണ്. എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഈ പോയിന്റിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ മിനിമം ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. ഷിയർ ഫോഴ്സ് വാല്യൂ ആണ് നോക്കണ്ടേ. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ B എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം ആണ് അതിന്റെ വാല്യൂ. അപ്പോ സ്ലോപ്പ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് B എന്നുള്ള പോയിന്റിൽ മാക്സിമം ആയിരിക്കണം.
ഓക്കെ, സ്ലോപ്പ് ആയിരിക്കണം മാക്സിമം. സ്ലോപ്പ് മാക്സിമം ആകുമ്പോൾ ഇതുപോലെ വരും. ഓക്കെ, സിമിലർലി ഇനി നമ്മൾ ഇതേ പോയിന്റ് എന്നുള്ള പോയിന്റിൽ സ്ലോപ്പ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ സ്ലോപ്പ് ഇവിടെ 0 ആയിരിക്കും. ഞാൻ ഇവിടെ സ്ലോപ്പ് വരച്ചത് 0 ആണ്. മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഇവിടെ മാക്സിമം തന്നെ 71 പോയിന്റ്. പക്ഷെ സ്ലോപ്പ് പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് തൊട്ട് പ്രീവിയസ്ലി വെച്ച ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് ആണ്. ക്ലിയർ ആണോ? അല്ല സാർ, അത് 71 മറ്റേത് 72 അല്ലേ കിട്ടിയേ? അതെ, ചോദിച്ചോ. അപ്പോ അല്ല, ഞാൻ ചോദിച്ച എന്നുള്ള പോയിന്റിലല്ലേ ഏറ്റവും കൂടുതൽ വാല്യൂ വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, എന്നുള്ള പോയിന്റിലെ മാക്സിമം വാല്യൂ 77 ആണ്. സോറി, 71 അല്ല. കിട്ടിയ വാല്യൂ 71 ആ വന്നു ഇവിടെ. എന്താ എന്റെ കാൽക്കുലേഷൻ ഒന്ന് മിസ്റ്റേക്ക് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എനിക്കൊന്ന് 70 ഇത് പറഞ്ഞ പോലെ തന്നെ വരിക. അത് എന്തോ ഒരു നിങ്ങളാരൊക്കെ 77 പോയിന്റ് ആണ്. റൈറ്റ്, അതെ എഴുതിയപ്പോ മാറിയതാണ്. കിട്ടിയത് 77 ആണെന്ന് തോന്നുന്നു. ഞാൻ എഴുതിയപ്പോ അങ്ങനെ വന്നതാ. 77.7 അവിടെ തന്നെയാണ് മാക്സിമം വരിക. അതൊരു ഇതൊരു ആക്ച്വൽ ലോജിക് ആണ്. അപ്പൊ ഇതേപോലെ തന്നെ പോയാൽ മതി. എവിടെയാണോ ഷിയർ ഫോഴ്സ് 0 അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ആ പോയിന്റ് തന്നെ ആയിരിക്കും മാക്സിമം വരിക. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്തോ എറർ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ സ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ പോലെ കിട്ടും. നൗ ഫ്രം D to C it's a constant line. Constant line ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. Now similarly ലാസ്റ്റ് പോയിന്റ് ഇനി ഇവിടുന്ന് എടുക്കുമ്പോൾ C to A എടുക്കുന്ന സമയത്ത് ഇവിടെ ഷിയർ ഫോഴ്സ് വാല്യൂസ് മിനിമം, ഷിയർ ഫോഴ്സ് വാല്യൂസ് മാക്സിമം അല്ലെ. ഷിയർ ഫോഴ്സ് വാല്യൂ മിനിമം ആവുമ്പോൾ സ്ലോപ്പ് ഷുഡ് ബി മിനിമം. റൈറ്റ്, സ്ലോപ്പ് ഷുഡ് ബി മിനിമം. അടുത്ത പോയിന്റ് സ്ലോപ്പ് ഷുഡ് ബി മാക്സിമം. സോ ഇതാണ് your bending moment diagram. റൈറ്റ്, ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അഡീഷണൽ പ്രോബ്ലംസ് ചെയ്താലേ ലെവലാവുള്ളൂ. മൊത്തത്തിലൊന്ന് ലെവലാവണമെങ്കിൽ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. എന്നാലേ എല്ലാം കൂടെ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അഡീഷണൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പ്രോബ്ലംസ് പരമാവധി ചെയ്യാം. ഇതിന്റെ UVL കേസും കൂടെ ഉണ്ട്. UVL കേസ് എനിക്ക് ഇതിന്റെ മുകളിൽ ഒരു യൂണിഫോംലി വാരിയിങ് ലോഡ് വന്നാലും ഇതേ കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തരാം. ഇവിടെ നോട്ട് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്ന് കാൻഡിലിവർ ബീമിന്റെ കേസിൽ draw the shear force diagram and bending moment diagram for this one. Okay, first question ഇതാണ്. അസൈൻമെന്റ് 3 ആണിത്. ഇത് അപ്ലോഡും ചെയ്യും. യൂണിഫോംലി വാരിയിങ് ലോഡ്. അല്ല, ഞാനത് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പൊ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഒരു കാൻഡിലിവർ ബീമിന്റെ കേസും അതുപോലെ ഒരു പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസും കൂടെ തരാം. ഓക്കെ, അത് ഇന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാം. 2 പ്രോബ്ലം ഉണ്ടാവും. രണ്ടാമത്തെ കേസിലും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലും ഞാൻ അത് യൂണിഫോംലി വാരിയിങ് ലോഡും കൂടെ വരുന്ന കേസും കൂടെ ഇടും. അപ്പൊ സെയിം ലോജിക് തന്നെയാണ്. അത് കണ്ടിന്യൂ ചെയ്യാം, അത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ കേസിലും ഈ SFD ബീമിന്റെ കേസിലും ഞാൻ പിന്നെ കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ബേസിക് ഫണ്ടമെന്റൽസ് തൊട്ട് തന്നെ കുറച്ച് വീഡിയോസ് എന്തായാലും ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, പക്ഷെ ഇത് അസൈൻമെന്റ് ചെയ്യാം. അസൈൻമെന്റ് നടത്തിയിട്ട് നാളെ നൈറ്റിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ആരൊക്കെ ആബ്സെന്റ് ഉണ്ടോ? ക്വിക്കായിട്ട് വിളിക്കാറുണ്ട് സർ. ആകാശ് സർ, പ്രസന്റ് സർ. അഖിൽ, അമിത്,